വീട്ടിൽ കുറേ പാത്രം എല്ലാം കൂടി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഇല്ലെങ്കിൽ അതിങ്ങ് എടുക്കമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ മോന്ത കയറി അങ്ങ് വീർക്കും. ഓരോ പാത്രങ്ങളായിട്ട് ഈ പിറക്കിക്കൊണ്ട് വെക്കുന്നില്ല, അതൊട്ടും മനസ്സില്ലാതാ. ഞാനവിടെ ഇന്നുകൊണ്ട് അമ്മ ഇല്ല പാത്രം ഇല്ലേ, മറ്റേ പാത്രം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മച്ചിക്ക് അങ്ങ് ദേഷ്യം വരുമായിരുന്നു. ഈ പാത്രങ്ങളൊക്കെ വർഷങ്ങളായി ഉപയോഗം ഇല്ലാതിരിക്കുക എന്നുള്ളതാ വേറൊരു സത്യം. എന്നാലും അത് വെളിയിലെടുക്കത്തില്ല. ഈ പാത്രം എല്ലാം കൂടെ കൊടുത്ത് പൈസ മേടിക്കാനൊന്നും അല്ല കേട്ടോ, ഇതെല്ലാം കൂടെ കൊടുത്തിട്ട് വേറെ പാത്രം മേടിക്കാനാണ് പോകുന്നത്. എന്നാലും അമ്മച്ചിക്കൊരു സന്തോഷമില്ല. ഞാൻ ഒറ്റയ്ക്കല്ലേ ഈ പാത്രം കൊണ്ട് പോകുന്നത്, കൂട്ടിന് അച്ചായും ഉണ്ട്. അതുകൊണ്ടല്ലേ അമ്മച്ചി ഈ പാത്രം എല്ലാം പെറുക്കി തന്നെ. അല്ലെങ്കിൽ പറഞ്ഞാൽ വേണ്ട വേണ്ട ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ എന്ന്. അങ്ങനെ പിന്നെ ഞാനും അച്ചായും കൂടെ ഒരു ചെറിയ ചാക്കിലും ഒരു കവറിലും ഒക്കെ ആയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നേരെ പാത്രക്കടയിലോട്ട് പോയി. ഇതാണ് ഞങ്ങൾ ഓച്ചിറക്കാരുടെ പാത്രക്കട, മരുതവൻ. അതാണ്ട് അവിടെ കിടക്കുന്നുണ്ട് ഇതേപോലുള്ള പഴയ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടേക്കുന്നത്. എല്ലാവരും ഇതും കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കുന്ന തിരക്കിൽ അവിടെ കൊണ്ട് ആരാണ്ടൊക്കെ വലിയ ചെമ്പിൻ്റെ കുട്ടമൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. ഞങ്ങൾ കൊണ്ടുവന്നതിനകത്തൊരു ചെമ്പിൻ്റെ ചെറിയൊരു ചരുവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റീല്, അലൂമിനിയം, പിച്ചള എല്ലാം ഉണ്ടായിരുന്നു. ചെമ്പിൻ്റെ പാത്രമൊക്കെ ഉണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന ചരുവൊക്കെ ഉണ്ട്. ചിരണ്ടി നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഒറിജിനൽ ചെമ്പ് തന്നെയാണോ എന്ന് നോക്കിയിട്ടേ എടുക്കത്തുള്ളൂ. കൊടുത്താൽ വില കിട്ടുന്നത് ഈ ചെമ്പിനാട്ടോ. അങ്ങനെ എന്തായാലും കൊണ്ടുവന്നെല്ലാം തൂക്കി നോക്കിയിട്ട് ഇതിന് പകരത്തിനുള്ള പാത്രം എടുക്കണ്ടായോ. പിന്നെ അതെല്ലാം കയറി നോക്കി. ഒത്തിരി സാധനങ്ങളൊക്കെ വേണമായിരുന്നു. കലവും ദോശക്കല്ലും എല്ലാം വേണമായിരുന്നു. എല്ലാം കൂടെ ഞങ്ങളെടുത്ത പാത്രത്തിനെല്ലാം കൂടെ 2063 രൂപയായെങ്കിലും കയ്യിൽ നിന്ന് 100 രൂപ കൊടുക്കേണ്ടി വന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കൊടുത്ത പാത്രം ഇല്ലേ, അതിൻ്റെ പൈസക്കകത്തിൽ പോയി. അപ്പം 100 രൂപ കയ്യിൽ നിന്ന് ആവണ്ടി വന്നുള്ളൂ. അല്ലെങ്കിലും വീട്ടിലെന്തെങ്കിലും പുതിയ പാത്രമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിലേ ഈ പഴയ പാത്രമെല്ലാം പെറുക്കി എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ നമ്മൾ കൊടുത്ത് മേടിക്കാറാണ് പതിവ്. പക്ഷേങ്കിൽ ഈ പഴയ പാത്രം കൊണ്ട് എടുത്തു തരാൻ അമ്മച്ചിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഞാനും അച്ചായും കൂടെ അതെല്ലാം എടുത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ട് ഞങ്ങൾ നേരെ പച്ചക്കറി മേടിക്കാനായിട്ട് പോയി. എന്തുമായാലും ഓച്ചറ വരെ മെനക്കെട്ട് വന്നേ ഇല്ല. അന്നേരം പിന്നെ പച്ചക്കറിയും കൂടെ മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനായിട്ടൊന്നും വരണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ സ്ഥിരം പച്ചക്കറി മേടിക്കുന്ന കടയിൽ കയറി ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് കൊച്ചുള്ളിയും സവാളയും പച്ചക്കറിയും എല്ലാം വേണമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ട വലിയൊരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മുട്ടൊരു ഓമയ്ക്കായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് സന്ധ്യ കഴിഞ്ഞു. അമ്മച്ചിയാണെങ്കിൽ വന്ന പാടെ പാത്രം എല്ലാം പെറുക്കി നോക്കുക, ഏതെല്ലാം മേടിച്ചുകൊണ്ട് വന്നതെന്നും പറഞ്ഞ്. എന്നാൽ ഈ അമ്മച്ചി പോയി മേടിക്കാൻ പറഞ്ഞാലോ അതൊട്ട് കേൾക്കത്തുമില്ല. എന്തായാലും പകരത്തിന് പുതിയ പാത്രങ്ങളെല്ലാം കൊണ്ടുവന്നതുകൊണ്ട് അമ്മച്ചി ഹാപ്പി ആയെങ്കിലും അമ്മച്ചി ആദ്യം ചോദിച്ചത് കൊടുത്ത പാത്രത്തിനെല്ലാം കൂടെ എത്ര കിട്ടി, ബാക്കി വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോയെന്ന്. അപ്പം അത്രയേ ഉള്ളൂ.